മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹൂദന്മാരെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വ്യർത്ഥ പരിശ്രമം നടത്തുന്ന അനേകം ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളിൽ ഒന്നായ ഹമാസ് എന്ന ടെററിസ്റ്റ് സംഘടനയുടെ നേതാക്കന്മാർക്ക് ഖത്തർ അഭയം നൽകിയിരുന്നു എന്നത് പരസ്യമായൊരു കാര്യമാണ്. ഇസ്രായേൽ ഇത് പലവട്ടം പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഖത്തറിനെതിരെ പരാതിയായിട്ട്, അതായത് തങ്ങൾക്കെതിരായ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഖത്തർ സൗകര്യമൊരുക്കുന്നു എന്ന് ഇസ്രായേൽ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ ഗാസയിലെ മുസ്ലിങ്ങൾ ഇസ്രായേലിനകത്തേക്ക് അതിക്രമിച്ചു കയറി ഇസ്രായേലിനുള്ളിൽ നടത്തിയ ജിഹാദി ഭീകരാക്രമണത്തിൽ 1200-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടിരുന്നു. അതായത് ഇസ്രായേലി പൗരത്വമുള്ളവരും അല്ലാത്തവരുമായ 1200-ലധികം മനുഷ്യർ, അതുപോലെ തന്നെ 250-ലധികം മനുഷ്യർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഈ ജിഹാദി ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹമാസിന്റെ നേതാക്കൾ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ അവരുടെ സ്യൂട്ട് റൂമിലിരുന്ന് വലിയ TV സ്ക്രീനിൽ ആക്രമണ ദൃശ്യങ്ങൾ തത്സമയം കാണുകയും അല്ലാഹു അക്ബർ വിളിക്കുകയും ശേഷം അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്ത് നിസ്കരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ വീഡിയോകളും നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ഭാവിയിൽ ഇനി ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം ഇസ്രായേലിനകത്ത് നടത്താൻ ഒരാളും ധൈര്യപ്പെടുന്നത് പോയിട്ട് ചിന്തിക്കാൻ പോലും തയ്യാറാകരുത്. അങ്ങനെ ആ ഒരു കാര്യം അവൻ്റെ ചിന്തയിൽ പോലും വരരുന്നുള്ള ലക്ഷ്യത്തോടെ വേട്ടക്കാരെ തീർക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം രംഗത്തിറങ്ങി. ജിഹാദി ഭീകരാക്രമണം നടത്തി ഗാസയിലേക്ക് തിരിച്ചുപോയി ഭൂമിക്കടിയിലുള്ള മാളങ്ങളിൽ പെരിച്ചാഴികളെപ്പോലെ ഒളിച്ചിരുന്ന ജിഹാദികളെ ഇസ്രായേൽ ഒരു മയവുമില്ലാതെ വേട്ടയാടി. 60,000-ലധികം ആളുകളാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള ജിഹാദികൾ ഇരവാദത്തിന്റെ എല്ലാ വേർഷനും പുറത്തെടുത്തെങ്കിലും ഇസ്രായേൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സിറിയയുമായും ലെബനോനുമായും യമനുമായും ഇറാനുമായും ഇസ്രായേൽ യുദ്ധം നടത്തുകയും ചെയ്തു. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലിന് നേരെ മിസൈലുകളും റോക്കറ്റുകളും വർഷിച്ചിരുന്നു. ആയിരക്കണക്കിന് മിസൈലുകളും റോക്കറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷം തികയാൻ പോവുകയാണ്. 2 കൊല്ലം മുൻപുള്ള ഹമാസിന്റെ നേതൃനിരയിലെ പ്രധാനികളിൽ 3-4 പേരൊഴികെ ബാക്കിയുള്ള എല്ലാവരെയും ഇസ്രായേൽ ഹൂറികളുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. ഖത്തർ അഭയം കൊടുത്തിരുന്ന ഭീകരന്മാർ മാത്രമാണ്, ഹമാസി ഭീകരന്മാർ മാത്രമാണ് ഇതുവരെ ജീവനോടെ ഇരുന്നത്. അതിനിടയിൽ ഏറ്റവും പുതിയതായിട്ടൊരു സംഭവ വികാസം കൂടി നടന്നു. 2025 സെപ്റ്റംബർ 8 വെസ്റ്റ് ബാങ്കിലെ അൽ ഖുബൈബ, ഗത്തന്ന എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ള 2 ജിഹാദികളായ മുഹമ്മദ് ബസാം താഹയും മുദന്ന നജി അമ്രുവും കൂടി ജെറുസലേമിന്റെ വടക്കൻ അതിർത്തിയിലെ റാമോട്ട് ജംഗ്ഷനിൽ ഭീകരാക്രമണം നടത്തിയിരുന്നു, ജിഹാദ് നടത്തിയിരുന്നു. 2 അക്രമികളും കാറിലെത്തി ബസ്സിനുള്ളിൽ കയറി ബസ്സിനകത്തുള്ള യാത്രക്കാരെയും ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നവരെയും ഒക്കെ ലക്ഷ്യമാക്കിയിട്ട് വെടിയുതിർക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ 6 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. സംഭവസ്ഥലത്ത് ഓഫ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഇസ്രായേൽ സൈനികനും ആയുധധാരിയായ ഒരു സിവിലിയനും അക്രമികളെ നേരിട്ടു. അവർ 2 അക്രമികളെയും സംഭവ സ്ഥലത്ത് തന്നെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ജെറുസലേമിൽ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഭീകരാക്രമണമാണ് ഇത്. ആദ്യം ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിലും സെപ്റ്റംബർ 9 ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അവർ ഇതിനെ ഹീറോയിക് ഓപ്പറേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. 2025 ഇതുപോലുള്ള ചെറുതും വലുതുമായ 55-ലധികം ജിഹാദി ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തുണ്ടായിട്ടുണ്ട്. ഏതായാലും സെപ്റ്റംബർ 8 ജിഹാദി ആക്രമണത്തോടെ ഇസ്രായേൽ സർക്കാർ ഹമാസിനെ വേട്ടയാടുന്നത് കൂടുതൽ കർക്കശമാക്കി. ഹമാസ് നേതാക്കൾ വിദേശ രാജ്യങ്ങളിലെ സുരക്ഷിത താവളങ്ങളിൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരുടെ ജീവന് സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല. എപ്പോൾ വേണമെങ്കിലും അവർ ജിഹാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടാമെന്നുള്ളതുകൊണ്ട് ഭൂമിയിൽ ഇനിയും അവശേഷിച്ചിട്ടുള്ള ഹമാസ് നേതാക്കന്മാരെ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണെന്ന്
ഇസ്രായേൽ ഗവൺമെന്റ് വിശ്വസിക്കുന്നു. 2025 സെപ്റ്റംബർ 8 ജെറുസലേം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പിറ്റേ ദിവസം സെപ്റ്റംബർ 9, അതായത് ചൊവ്വാഴ്ച, ഇസ്രായേൽ സൈന്യം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ഓഫീസിനെതിരെ ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്തി. ജിഹാദികൾ ചെയ്യുന്നത് പോലെ ലക്കും ലഖാനവുമില്ലാതെ ഇസ്രായേലിനകത്തേക്ക് മിസൈലുകൾ അയക്കുന്നത് പോലെ ആയിരുന്നില്ല. അങ്ങനെയല്ല ഇത്. കൃത്യമായി കൊല്ലപ്പെടേണ്ട ഭീകരന്മാർ മാത്രമുള്ള ഇടത്തേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ടായിരുന്നു അവരുടെ ആക്രമണം. അതുകൊണ്ട് തന്നെ 5 ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു. കൂടെ ഖത്തറിന്റെ ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ഫോഴ്സ് അംഗവും കൊല്ലപ്പെടുകയുണ്ടായി. അതായത് ഹമാസിന് പുറത്തുള്ള ഒരാളെ ഇതിൽ മരിച്ചിട്ടുള്ളൂ. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ ധാരാളം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഭരണാധികാരികളടക്കം, സാധാരണക്കാരും ഭരണാധികാരികളുമായിട്ട് പല ആളുകൾ, അന്തംകമ്മികള്, ജിഹാദികള്, അങ്ങനെ കുറെ പേര് വേറെ, പിന്നെ വോക്കുകൾ, അതുപോലെയുള്ള ലിബറൽസ്, അവര് വേറെ, ഇവരൊക്കെ ഇസ്രായേലിനെതിരെ വന്നിരിക്കുകയാണ്. പല രാജ്യങ്ങളുടെയും ഭരണകർത്താക്കളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സാംസ്കാരിക ശ്വാനന്മാരും സെലിബ്രിറ്റികളും ഒക്കെ ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു കേട്ടോ പ്രതിഷേധങ്ങൾ. DYFIയുടെ വക പ്രതിഷേധം സെപ്റ്റംബർ 11 നടന്നു. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്ക് ഹമാസിന്റെ നേതൃത്വത്തിൽ ഗാസൻ മുസ്ലിങ്ങൾ നിയമവിരുദ്ധമായി കടന്നുകയറി കണ്ണിൽ കണ്ട 1200-ലധികം നിരപരാധികളായ വൃദ്ധരെയും സ്ത്രീകളെയും ഗർഭിണികളെയും കൊച്ചുകുഞ്ഞുങ്ങളെയും യാതൊരു ദയയുമില്ലാതെ അതിക്രൂരമായി കൊല്ലുകയും കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ബലാത്സംഗം ചെയ്യുകയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ടയറുകൾ കൂട്ടിയിട്ടതിന്റെ നടുവിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ശിശുക്കളെ മൈക്രോവേവ് അവനിൽ വെച്ച് ജീവനോടെ പുഴുങ്ങുകയും 250-ലധികം പേരെ തട്ടിക്കൊണ്ടുപോവുകയും തടവിൽ പീഡിപ്പിച്ചു കൊലപ്പെടുത്തുകയും ആ മൃതദേഹങ്ങളെ വെച്ച് വിലപേശുകയും അവശേഷിച്ച ബന്ദികളെ പട്ടിണിക്കിട്ട് എല്ലും തോലുമാക്കി തീർത്ത് അവരെ കൊണ്ട് തന്നെ സ്വന്തം ശവക്കുഴി കുത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോ DYFIയുടെ നേതാവ് സ്വരാജ് എന്താ പറഞ്ഞത്? ഇവര് ഈ ഓരോ ക്രൂരകൃത്യങ്ങളും ചെയ്തപ്പോ ഇവര് ന്യായീകരിക്കായിരുന്നു. സ്വരാജ് പറഞ്ഞത് പലസ്തീനികൾ എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണെന്നായിരുന്നു. പലസ്തീനികൾക്ക് എന്തും ചെയ്യാം, അവരെന്ത് ചെയ്താലും അവർ നിരപരാധികളാണ്. എന്നാൽ ടൂറിസ്റ്റുകളായി കാശ്മീരിലെത്തിയ നിരപരാധികളായ 27 പേരെ തുണി പൊക്കി നോക്കി മതം നോക്കി വെടിവെച്ചു കൊന്ന ജിഹാദികളെ അയച്ച പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ സൈനിക നടപടിയെടുത്തപ്പോൾ ഇതേ സ്വരാജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ യുദ്ധവിരുദ്ധ സാഹിത്യം വാരി വിതറുകയായിരുന്നു. ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്, സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണെന്നൊക്കെയുള്ള സ്വരാജിന്റെ തള്ളു വായിച്ചാൽ അറപ്പ് തോന്നിപ്പോകും. അല്പമെങ്കിലും മനസാക്ഷി ബാക്കിയുള്ള ആൾക്കാർക്ക് അറപ്പ് തോന്നും. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. പിന്നെ നമ്മുടെ സുഡാപ്പികളുണ്ടല്ലോ, SDPI, അവരും പ്രതിഷേധ പ്രകടനവുമായി തെരുവിൽ ഇറങ്ങിയിരുന്നു കേട്ടോ. പഹൽഗാമിൽ മുസ്ലിം ഭീകരന്മാർ തുണി പൊക്കി മതം നോക്കി കാഫറുകളെ കൊലപ്പെടുത്തിയ സമയത്ത് യാതൊരു വിധമായ പ്രതിഷേധവും ഇവന്മാര് നടത്തിയിരുന്നില്ല. അതും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇത് കാണുമ്പോൾ ഇതൊക്കെ ഓർക്കണം മനസ്സിനകത്ത്. കാരണം അവിടെ കൊല്ലപ്പെട്ടത് കാഫറും കൊന്നത് ദീനിന്റെ പോരാളികളുമായിരുന്നു. പക്ഷെ ഖത്തറിൽ അങ്ങനെയല്ലല്ലോ. ഖത്തറിൽ കൊല്ലപ്പെട്ടത് ദീനിനു വേണ്ടി ജിഹാദ് നടത്തുന്നവരും കൊന്നത് കാഫിറായ ജൂതനുമാണ്. അപ്പോൾ പ്രതിഷേധമാകാം. അതാണ് അവർ പ്രതിഷേധിക്കുന്നത്. കൊടുക്കുമ്പോൾ വീരവാദം, തിരിച്ചു കിട്ടുമ്പോൾ ഇരവാദം. അതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. ഒക്ടോബർ 7 എന്തായിരുന്നു ഇവരുടെ അഹങ്കാരം? ഗാസയിലുള്ളവര് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു, ബിരിയാണി വിതരണം ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഒക്ടോബർ 7 2023 ഒക്ടോബർ 7. 8 മുതൽ കളി മാറി. ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇപ്പൊ ഇരവാദം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇരവാദമാണ് ഇപ്പൊ എടുക്കുന്നത്. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. പഹൽഗാമിന് വേണ്ടി ഒഴുക്കാത്ത കണ്ണുനീർ ഹമാസിന് വേണ്ടി ഒഴുക്കുന്ന ആളുകളുടെ നാടാണ് കേരളം. എന്തൊരു അവസ്ഥയാണെന്ന് നോക്ക്. നമ്മുടെ നാടിന്റെ ഒരു ശോചനീയ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇസ്രായേലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ടീംസ്
സ്ഥിരം അടിക്കുന്ന ഒരു ഡയലോഗുണ്ട്. ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം, അല്ലെങ്കിൽ ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്നൊക്കെയാണ് അവർ പറയുക. ഇത് ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള നരേഷനാണ്. വാസ്തവത്തിൽ ഇസ്രായേൽ ഖത്തറിനെയാണോ ആക്രമിച്ചത്? ആണോ? അല്ല. ഖത്തറിന്റെ മണ്ണിൽ കയറി ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഖത്തറിനെ ആക്രമിച്ചു എന്ന് ഇവന്മാർ പറയുന്നത് നുണയാണ്. ഈ കാരണവും പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരായ ഇവരുടെ പ്രതിഷേധം ഇരട്ടത്താപ്പാണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇസ്രായേൽ ഖത്തറിനെയല്ല, ഖത്തറിലുണ്ടായിരുന്ന ഹമാസ് നേതാക്കന്മാരെയാണ് ആക്രമിച്ചത്. അതെങ്ങനെയാണ് ഖത്തറിനെതിരെയുള്ള ആക്രമണമാകുന്നത്? ഈ ചോദ്യത്തിന് ഉമ്മാർ പറയുന്ന സ്ഥിരം മറുപടിയുണ്ട്. ഖത്തറിന്റെ മണ്ണിൽ കയറിയല്ലേ ആക്രമിച്ചത്? ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ഏതു തരത്തിലുള്ള സൈനിക പ്രയോഗം നടത്തിയാലും അത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതാണ്, ആ രാജ്യത്തിനെ ആക്രമിക്കുന്നതാണ് എന്നായിരിക്കും ഇവർ മറുപടി പറയുക. ഇത് ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ കള്ളത്തരം പെട്ടെന്ന് മനസ്സിലാകും. 2001 സെപ്റ്റംബർ 11 വിമാനങ്ങൾ ഇടിച്ചു കയറ്റി അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങൾ തകർത്ത മുസ്ലിം ഭീകരന്മാരുടെ സ്പോൺസറായിരുന്ന, ഫിനാൻഷ്യൽ സ്പോൺസറും അതല്ലാതെ മറ്റെല്ലാ വിധത്തിലും സ്പോൺസറായിരുന്ന ഈ ഒസാമ ബിൻ ലാദനെ 2011 മെയ് 2 പാകിസ്ഥാനിലെ അബോട്ടാബാദിലെ വീട്ടിലേക്ക് അമേരിക്കൻ കമാൻഡോകൾ ഇരച്ചു കയറി ചെന്ന് വെടിവെച്ച് അരിപ്പ പോലെയാക്കി തീർത്തത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ലാദനെ കൂടാതെ 3 പുരുഷന്മാരും ഒരു സ്ത്രീയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അന്ന് പാകിസ്ഥാനിൽ വെച്ച് ബിൻ ലാദൻ വധിക്കപ്പെട്ടപ്പോൾ ഒരാളും പറഞ്ഞില്ല, ലോകത്തെ ഒരാളും പറഞ്ഞില്ല അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ പാകിസ്ഥാന്റെ മണ്ണിൽ നിയമവിരുദ്ധമായി കടന്നു കയറി അമേരിക്ക സൈനിക പ്രയോഗം നടത്തി എന്നാരെങ്കിലും പറയുന്നത് നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ? ഒരാളും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അന്ന് ഉയർന്ന ചോദ്യം വേറെയാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ഒരു വിദേശ രാജ്യത്ത് അനധികൃതമായി കടന്നു കയറി ഒരു ഭീകരനെ വധിച്ചത് എന്നായിരുന്നില്ല ചോദ്യം. പിന്നെന്തായിരുന്നു? പാകിസ്ഥാൻ എന്തിനാണ് ഇതുപോലത്തെയുള്ള ഒരു കൊടും ഭീകരന് അഭയം നൽകിയത് എന്നായിരുന്നു ചോദ്യം. മനസ്സിലായോ? അതാ ലോകം ചോദിച്ചത്. ഇന്നും അതേ ചോദ്യം തന്നെയാണ് ചോദിക്കേണ്ടത് ഖത്തറിനോട്. ഇസ്രായേൽ എന്തിനാണ് ഖത്തറിൽ കയറി ഹമാസ് ഭീകരന്മാരെ വധിച്ചത് എന്നല്ല, എന്തുകൊണ്ടാണ് ഖത്തർ ഒക്ടോബർ 7 കൂട്ടക്കൊലകൾക്ക് നേതൃത്വം വഹിച്ച ഹമാസ് ഭീകരന്മാർക്ക് സ്വന്തം നാട്ടിൽ അഭയം കൊടുത്തത്? മനസ്സിലായോ? അത് ആ ചോദ്യമാണ് ചോദിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ വോട്ട് കിട്ടുകയില്ല എന്ന് രാഷ്ട്രീയക്കാർക്കറിയാം. അതുകൊണ്ടാണ് അവര് ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നത്. ഇതുപോലത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഞാൻ ഒരെണ്ണം ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഇനിയുണ്ട് വേറെ. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അധികാരം കൈയാളിയിരുന്ന സമയത്ത് റഷ്യ ഇറാഖിലും സിറിയയിലുമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇടമുറിയാതെ മഴ പോലെയാണ് ബോംബുകളും മിസൈലുകളും വർഷിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ബാഗ്ദാദിയെ പിടിക്കാൻ വേണ്ടി വന്ന അമേരിക്കൻ സൈനികരും ഇതുപോലെ ഇറാഖിലും സിറിയയിലും എത്രയോ ആക്രമണങ്ങൾ നടത്തി. റഷ്യ ഇറാഖിനെ ആക്രമിച്ചുവെന്നോ അമേരിക്ക സിറിയയെ ആക്രമിച്ചുവെന്നോ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? റഷ്യയാകട്ടെ അമേരിക്കയാകട്ടെ ഇറാഖിനെയോ സിറിയയോ അല്ല ആക്രമിച്ചത്, അവിടെയുള്ള ചില ടാർഗറ്റുകളാണ്, ചില ലക്ഷ്യങ്ങളെയാണ്. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ സൈനിക നടപടികളിലൂടെ തകർത്തപ്പോൾ ലോകം അത് ഭീകരവിരുദ്ധ നടപടി എന്ന രീതിയിലും ഇന്ത്യയുടെ സ്വയം പ്രതിരോധം എന്ന രീതിയിലുമാണ് അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ അത് പാകിസ്ഥാനെതിരായ ആക്രമണമായി ഒരാളും മുദ്രകുത്തിയില്ല. ഇനി ഈ അടുത്ത് തന്നെ ഉണ്ടായ വേറൊരു സംഭവം നോക്കാം. ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ഇറാനിൽ വന്ന് ബോംബിടുകയുണ്ടായി. അപ്പോൾ ഇറാൻ എന്താണ് ചെയ്തത്? ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക താവളത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ അയക്കുകയായിരുന്നു ഖത്തറിലേക്ക്. ഖത്തറിന്റെ മണ്ണിലേക്ക് ഇറാൻ മിസൈൽ അയച്ചതിന്റെ പേരിൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങളോ മുസ്ലിം രാജ്യങ്ങളോ അല്ലെങ്കിൽ ലോകത്തെ മറ്റ് രാജ്യങ്ങൾ, അറബോ അല്ലെങ്കിൽ മുസ്ലിമോ എന്നല്ലാത്ത മറ്റ് രാജ്യങ്ങളുണ്ടല്ലോ, അവരാരെങ്കിലും ഇറാൻ ഖത്തറിനെ ആക്രമിച്ചു എന്ന് കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, ഇനി ഖത്തർ തന്നെ അങ്ങനെ ഇത് പറഞ്ഞോ, ഞങ്ങളെ ഇറാൻ ആക്രമിച്ചു,
അതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുക്കണം, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പകരം അറബ് കൂട്ടായ്മകൾ പോലും അമേരിക്കക്കെതിരെയുള്ള ഇറാന്റെ സാഹസികമായ തിരിച്ചടി എന്ന രീതിയിൽ അതിനെ ആഘോഷിക്കുകയായിരുന്നു. അപ്പൊ ഇതൊന്നും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനകത്തേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണങ്ങളായിരുന്നിട്ട് പോലും, ഇതെല്ലാം അങ്ങനെ ആയിരുന്നിട്ട് പോലും ഒരാളും ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ഖത്തറിലെ ഹമാസ് നേതൃത്വത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ അത് ഖത്തറിനെതിരായ ആക്രമണമാണ്. മനസ്സിലായോ? അതും പറഞ്ഞുകൊണ്ട് ഉമ്മാര് പ്രതിഷേധവുമായിട്ട് വരും. ഇതിനെ ഇരട്ടത്താപ്പ് എന്നല്ലാതെ വേറെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. മനസ്സിലായോ? ഇന്നത്തെ ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും വ്യക്തമായി കാണുന്ന പ്രവണതയാണിത്. ആരാണ് ആക്രമിക്കുന്നത്, ആരെയാണ് ആക്രമിക്കുന്നത്, അതാണ് പ്രധാനം. ആക്രമിക്കുന്നത് മുസ്ലിങ്ങളും ആക്രമിക്കപ്പെടുന്നത് കാഫിറുമാണെങ്കിൽ യാതൊരു പ്രതിഷേധവുമില്ല, ആർക്കും പ്രശ്നമില്ല. വസ്തുതകളോ നിയമമോ സംഗതിയുടെ യുക്തിയോ ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല, അതൊന്നും ഒരു വിഷയമായിട്ടേ വരുന്നില്ല. ഇസ്രായേൽ എന്ന പേരാണ് പലർക്കും പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം. മനസ്സിലായോ? ഇസ്രായേലാണോ ആക്രമിച്ചത്? എങ്കിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കണം. ഇത് ഇരട്ടത്താപ്പാണ്. ഇവിടെ വിഷയം ഖത്തറിന്റെ പരമാധികാരമോ പലസ്തീനികളുടെ സുരക്ഷയോ ഒന്നുമല്ല. ഇസ്രായേലിനെ ജനമനസ്സിൽ ഭീകര രാഷ്ട്രമായി, തെമ്മാടി രാഷ്ട്രമായിട്ട് ചിത്രീകരിക്കുക, അതേ ഇവര് ലക്ഷ്യമായിട്ട് കാണുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൽ കുറെ കോമഡികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ അറബ് മുസ്ലിം രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ ഖത്തറിനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖത്തറിലുണ്ടായിരുന്ന ഹമാസ് നേതൃത്വത്തിനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണമല്ല, ഖത്തറിനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഖത്തറിൽ ഉച്ചകോടി നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. ഉച്ചകോടി എന്ന് പറയുന്നത് വേറെയാണ്, പക്ഷെ ഇവർ ഒരുമിച്ച് കൂടി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഉച്ചകോടിക്കൊന്നുമല്ല, ഉച്ചയൂണിന് വേണ്ടി ഇവന്മാർ ഒരുമിച്ച് കൂടിയതാണ്. ഇവന്മാരവിടെ ഉച്ചയ്ക്ക് ഓരോ മന്തി കഴിച്ച് സമാധാനമായി പിരിഞ്ഞു പോകും. അല്ലാതെ ഇസ്രായേലിനെതിരെ ഇവരെന്ത് മിണ്ടാനാണ്? സകല എണ്ണത്തിനും പേടിയാണ് ഇസ്രായേലിനെ, മിണ്ടുകയില്ല. അതിനേക്കാൾ ഉപരി സകല എണ്ണത്തിനും വെറുപ്പാണ് ഖത്തറിനെ. മനസ്സിലായ? എല്ലാവർക്കും ഖത്തറിന് വെറുപ്പാണ്. കാരണം ഈ ഖത്തർ ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുക, അല്ലെങ്കിൽ ഡബിൾ ഗെയിമാണ്. അവിടെ ഇവിടെയും കളിക്കുന്നു, ഡബിൾ ഗെയിമാണ് കളിക്കുന്നത്. ഇത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഖത്തറിന് രണ്ട് കിട്ടണമെന്ന ആഗ്രഹം അറബ് രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. ഈ ഖത്തറിന്റെ ഈ ഡബിൾ ഗെയിം കാരണം ഏറ്റവും കൂടുതൽ പൊറുതി മുട്ടുന്നത് മുസ്ലിം രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഖത്തറിന് രണ്ടെണ്ണം കിട്ടട്ടെ അവരും ചിന്തിക്കുന്നത്. ഇനി ഇതിൽ വേറൊരു കോമഡി ഉണ്ട്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് ശരിയായില്ല എന്നും പറഞ്ഞ് പ്രതിഷേധിക്കാൻ വരുന്ന മുസ്ലിം രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരിൽ ഒരാൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബ് ആക്രമണത്തിന് പകരമായി അമേരിക്കയിലേക്ക് മിസൈൽ വിടാതെ ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസിലേക്ക് മിസൈലുകൾ അയച്ച അതേ ഇറാൻ ഭരണാധികാരിയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഖത്തറിലേക്ക് വരുന്നത്. നിങ്ങൾ ഖത്തറിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇതിനേക്കാളും ഗതികെട്ടൊരവസ്ഥ വേറെ ഒരു രാജ്യത്തിനും വരാനില്ല. ഇറാനെ ആക്രമിച്ച അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ ഖത്തറിലേക്ക് മിസൈൽ ആക്രമണം നടത്തും. ആ ആക്രമണത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല, എല്ലാവരും വായടച്ചു മിണ്ടാതിരിക്കും. ഇറാൻ ചെയ്തത് നല്ല കാര്യം എന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യും. എന്നാൽ ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കാൻ ഇസ്രായേല് ഖത്തറിലെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് ആക്രമണം നടത്തിയാൽ, അല്ലെങ്കിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ഓഫീസിലേക്ക് ആക്രമണം നടത്തിയാൽ, ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ ഒച്ചയെടുക്കും. അങ്ങനെ ഇസ്രായേലിനെതിരെ ഒച്ചയെടുക്കാൻ വന്നവരിൽ ഒരാൾ 2 മാസം മുമ്പ് ഖത്തറിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയ ഇറാനിലെ ഭരണാധികാരിയാണ്. അയാളെ പരവതാനി വിരിച്ച് സ്വീകരിക്കേണ്ട ഗതികേടിലാണ് ഖത്തർ. അധികം വൈകൊന്നുമില്ല, ഇനിയിപ്പോ നെതന്യാഹുവിനും ഇതുപോലെ തന്നെ പരവതാനി വിരിച്ച് ഇവര് കയറ്റും. വേറെ നിവൃത്തിയില്ല, ഇവരൊക്കെ പേടിച്ച് കുടുങ്ങിയിരിക്കുകയാണ്, ശരിക്കും പെട്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഭയമാണ് ഇപ്പോൾ ഉള്ളില്. ഇസ്രായേൽ ഇങ്ങനെ ഒരു കൈവിട്ട കളി കളിക്കുമെന്ന് ഇവരാരും ചിന്തിച്ചിരുന്നില്ല. ഇനി ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധത്തിൽ വേറൊരു കോമഡി ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നുള്ള കോമഡിയാണ്. നമ്മുടെ നാട്ടിലെ സംഘികളൊക്കെ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ ഇസ്രായേലിന് ഭയങ്കര സപ്പോർട്ടാണല്ലോ. പല സംഘികളുടെയും പ്രൊഫൈൽ പിക്ചർ ഐ സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ, ഐ ലവ് ഇസ്രായേൽ, ഇന്ത്യ ലവ്സ് ഇസ്രായേൽ എന്നൊക്കെയായിരുന്നു. ഇസ്രായേലിന്റെ കൊടിയും അതുപോലെ ഇന്ത്യയുടെ
കൊടിയും ഇതൊക്കെ വെച്ചിട്ടൊക്കെയുള്ള പ്രൊഫൈൽ പിക്ചറൊക്കെയാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ സംഘികളുടെ ഇസ്രായേൽ പ്രേമം വെറുതെയാണ്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റില്ല, ഇവന്മാർ മറുകണ്ഠം ചാടുമെന്ന്. അത് തന്നെ ഇപ്പൊ സംഭവിച്ചു. മോഡിയും കൂട്ടരും ഇപ്പൊ ഇസ്രായേലിനെതിരെയാണ്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിൽ മോഡി ഇസ്രായേലിനെ അപലപിച്ചിരിക്കുകയാണ്. ഖത്തറിന്റെ പരമാധികാരം ഇസ്രായേൽ ലംഘിച്ചു എന്നും പറഞ്ഞ് ആദ്യം ഇസ്രായേലിനെ അപലപിച്ച രാഷ്ട്രം ഇന്ത്യയാണ്. അതിനുശേഷം മോഡി എക്സിലൊരു പോസ്റ്റ് വിട്ടു. സഹോദര രാജ്യമായ ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിനെ ഇന്ത്യ അപലപിക്കുന്നു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെയും സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റ്. സത്യം പറഞ്ഞാൽ അത് വായിച്ചിട്ട് ഞാൻ ചിരിച്ചൊരു വഴിക്കായിപ്പോയി. മനസ്സിലായ? ചിരിച്ചൊരു വഴിയായി. ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. കൃത്യമായ ഇരട്ടത്താപ്പാണ്. ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് മോഡി ഉത്തരവ് കൊടുത്തപ്പോൾ പാകിസ്ഥാന്റെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിക്കുകയായിരുന്നില്ലേ? അല്ലേ? ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് സംഘർഷം ഒഴിവാക്കാമായിരുന്നില്ലേ? അതല്ലേ മോഡി ചെയ്യേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ അതെന്തുകൊണ്ട് മോഡി ചെയ്തില്ല? വേറൊന്നുമല്ല, മോഡി ചെയ്തത് തന്നെയാണ് ശരി. മനസ്സിലായോ? അപ്പോഴത്തെ വഴി എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ തന്നെയായിരുന്നു. അതാണ് വേണ്ടിയിരുന്നത്. അതിന്റെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വേറെ. ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് സൈനിക ഒരുക്കങ്ങൾ മാത്രമല്ല, ഇസ്രായേൽ ചെയ്തതുപോലെ ഇസ്രായേലിൽ ഒക്ടോബർ 7 ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഈ ഇസ്രായേൽ അവിടത്തുള്ള ഫോട്ടോഗ്രാഫ്സ് എല്ലാം, അതായത് കൊച്ചുങ്ങളെ മൈക്രോവേവ് ഓവനിൽ വെച്ച് പുഴുങ്ങിയെടുത്ത ഫോട്ടോഗ്രാഫ്സ് അടക്കം അങ്ങനെയുള്ളത് ഇതെല്ലാം ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി. ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ രാജ്യങ്ങളുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിരുന്നു. അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് ടെലഗ്രാമിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിരുന്നു. അവരുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഞാൻ മെമ്പറാണ്. നമുക്ക് കാണാനേ പറ്റിയില്ല. അതുപോലത്തെയാണ്. അമ്മയും കുഞ്ഞും ഒക്കെ, അമ്മ കെട്ടിപ്പിടിച്ച് കൊച്ചു കുഞ്ഞ് ഒരു 6-7 മാസമൊക്കെ കാണുകയുള്ളൂ, അതിനെ മാറോട് അടുക്കി പിടിച്ചിട്ടാണ് കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നത്. മനസ്സിലായോ? ചിലതൊക്കെ അങ്ങോട്ട് ഉരുകിപ്പോയിട്ടേ ചെറിയ മാംസപിണ്ഡമാണ്. പിന്നെ അത് അവര് DNA ടെസ്റ്റും മറ്റും പലതൊക്കെ നടത്തിയിട്ടാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള കുറേത് ഈ ആ ഫോട്ടോസ് ഒന്നും കൂടെ കാണിക്കാൻ പറ്റില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ ചാനൽ അടിച്ചു പോകും. അത് കണ്ടതുകൊണ്ടാണ് ലോകരാജ്യങ്ങള് ഇസ്രായേലിനെതിരെ, ഇസ്രായേൽ ഇത്ര ശക്തമായിട്ട് ഗാസയിൽ ആക്രമിക്കുക ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും പറയാതിരുന്നത്. അല്ലെങ്കിൽ മുമ്പ് അങ്ങനെയല്ല. അവന്മാർ വന്ന് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തി പോകും, എന്നിട്ട് മാളത്തിനടി കയറി ഒളിക്കും. ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ കുറെ ആളുകൾ, സാധാരണക്കാരായ ആൾക്കാർ കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെ മേലെ സമ്മർദ്ദം ചെലുത്തും. പിന്നെ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കും. ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ അങ്ങനെ പറ്റാതിരുന്നതിന്റെ കാരണം ഈ ഫോട്ടോസ് എല്ലാം ആളുകളെ വളരെയധികം അസ്വസ്ഥരാക്കി എന്നുള്ളതാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിനകത്തേക്ക് കയറി ചെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തും ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളതെന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി. ഈ ജിഹാദികൾ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിലും ചെയ്തുകൂടെ എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് എല്ലാവരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതേപോലത്തെയൊക്കെയുള്ള ഒരുക്കങ്ങൾ, അത് യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് മോഡി സർക്കാർ ഡെലിഗേറ്റ്സുകളെ പുറത്തേക്ക് വിട്ടത്, വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ടത്. അതൊക്കെ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു. ഇസ്രായേൽ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ആ പോരായ്മകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഓപ്പറേഷൻ സിന്ദൂർ ശരിയായ കാര്യം തന്നെയാണ്. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിർത്തിക്കപ്പുറത്തുള്ള പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ട സൈനിക നടപടികൾ തന്നെയായിരുന്നു ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത്. സത്യത്തിൽ അത് ഇപ്പോഴല്ല, പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. പാകിസ്ഥാൻ അവരുടെ മദ്രസ ഇൻക്യുബേറ്ററുകളിൽ അടവെച്ച് വിരിയിച്ചെടുക്കുന്ന ജിഹാദി കുഞ്ഞുങ്ങളെ ഭീകരവാദത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് ആദ്യമായി പറഞ്ഞയച്ചത് എപ്പോഴാണോ അപ്പോഴേ ഇന്ത്യൻ സർക്കാർ ചെയ്യേണ്ടതായിരുന്നു അതിർത്തി കടന്നുള്ള സൈനിക നടപടി. അന്നേ അത് ചെയ്തിരുന്നെങ്കിൽ, ഇന്ത്യയിലേക്ക് ഭീകരപ്രവർത്തനത്തിനായി ജിഹാദികളെ കയറ്റി അയച്ചാൽ തിരിച്ച് നല്ല അടി കിട്ടും എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഭരണാധികാരികൾക്കും പാകിസ്ഥാൻ ആർമിക്കും മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്കാരായ ആയിരക്കണക്കിന് നിരപരാധികൾ ജീവനോടെ ഭൂമുഖത്ത് കാണുമായിരുന്നു. മനസ്സിലായോ? ജീവനോടെ ഉണ്ടാകുമായിരുന്നു. കാരണം ഇസ്ലാമിക ഭീകരവാദികൾക്ക് മനസ്സിലാകുന്ന ഭാഷ അതാണ്. ജിഹാദികൾക്ക് പിടികിട്ടുന്ന ഭാഷ അതാണ്. ആധുനിക ലോകത്തെ പരിഷ്കൃത മനുഷ്യരുടെ ഭാഷ, അതായത് ചർച്ചകളുടെയും സമവായങ്ങളുടെയും ഭാഷ. അത് ഹൂറികൾക്ക് വേണ്ടി ചാകാൻ നടക്കുന്ന ജിഹാദികൾക്ക് ആ ഭാഷ അറിയില്ല. ആ ഭാഷയിൽ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല.
അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അതിർത്തി കടന്നുള്ള ആദ്യത്തെ ജിഹാദി ആക്രമണത്തിൽ അതിശക്തമായ തിരിച്ചടിയായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കേണ്ടിയിരുന്നത്. ജിഹാദികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പ്രതികരിക്കണമായിരുന്നു. പക്ഷെ അന്നത്തെ സർക്കാർ അത് ചെയ്തില്ല. അതിനുശേഷമുള്ള സർക്കാരുകളും അത് ചെയ്തിട്ടില്ല. ഞാൻ യുദ്ധത്തിന്റെ കാര്യമല്ലാട്ടോ പറയുന്നത്. പാകിസ്ഥാനുമായി ഇന്ത്യ നേർക്ക് നേരെയുള്ള യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റിയല്ല. അതായത് പാകിസ്ഥാൻ സൈനികരും ഇന്ത്യൻ സൈനികരും തമ്മിൽ നേർക്ക് നേരെയുള്ള യുദ്ധം, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. പാകിസ്ഥാൻ നടത്തുന്ന ഷാഡോ വാറിനെ പറ്റിയാണ്. ഓരോരോ ജിഹാദി ഭീകര സംഘടനകളിൽപ്പെട്ടവർക്ക് മദ്രസ ട്രെയിനിങ് കൊടുത്ത് ജിഹാദ് നടത്താനായിട്ട് ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് പാകിസ്ഥാൻ ചെയ്യുന്ന നിഴൽ യുദ്ധമുണ്ടല്ലോ, ഷാഡോ വാർ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുംബൈ ഭീകരാക്രമണം അങ്ങനെയുള്ള ഒന്നായിരുന്നു. അതിനു മുമ്പ് ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷ് ഇ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, പിന്നെ JKLF ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, ലഷ്കർ ഇ ഇസ്ലാം, തെഹ്രീക്കുൽ മുജാഹിദീൻ തുടങ്ങിയ പല പല ഇസ്ലാമിക ജിഹാദി സംഘടനകൾ വഴിയും ഇന്ത്യയിൽ പാകിസ്ഥാൻ സർക്കാർ ജിഹാദി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും മുസ്ലിം ഭീകരന്മാരുടെ ജിഹാദ് ഉണ്ടാകുമ്പോൾ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം ഇല്ലാതാക്കാനാണ് ഇന്ത്യയിലെ ഭരണകർത്താക്കൾ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ അനന്തരഫലം ഇന്ത്യയിലെ ജനങ്ങൾ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഇരകളായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ പാകിസ്ഥാന്റെ അതിർത്തിക്കകത്തുള്ള ജിഹാദി ഭീകര ക്യാമ്പുകളിൽ ചിലതിനെ ആക്രമിച്ച് നശിപ്പിച്ച മോഡി സർക്കാരിന്റെ ഓപ്പറേഷൻ സിന്ദൂർ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി ഇന്ത്യ നടത്തിയ ധീരമായ ഒരു ചുവടുവെപ്പായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞാൽ അത് മറ്റ് രാജ്യങ്ങളിൽ ജിഹാദ് നടത്താനോ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അങ്ങനെ നടത്തിയ ആൾക്കാർക്ക് വന്ന് സുരക്ഷിതമായി ഇരിക്കാനോ ഉള്ള സ്ഥലമല്ല. അതല്ല, സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണം, ചുറ്റുമുള്ള രാഷ്ട്രങ്ങളോട് അത് നിർവഹിക്കണം. അത് നിർവഹിക്കാതെ ഇങ്ങനെയൊക്കെ പുറകെ കൂടെ പണിതാൽ, മനസ്സിലായോ, അങ്ങനെയൊക്കെ പണിത് കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും. അത് ഖത്തർ ചെയ്താലും ശരി, സൗദി ചെയ്താലും പാകിസ്ഥാൻ ചെയ്താലും ഏത് ടീം ചെയ്താലും, അല്ല പിന്നെ ഇന്ത്യയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ ചെയ്താലും ഏത് രാജ്യം ചെയ്താലും തിരിച്ചടി ഉണ്ടാവാതിരിക്കൊന്നുമില്ല. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്നുള്ള ലേബല് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ജിഹാദ് നടത്താനുള്ള ലൈസൻസ് അല്ല, മനസ്സിലായോ. ഏതായാലും ഇന്ത്യയിലെ മുൻ ഭരണാധികാരികൾ ആരും ചെയ്യാതിരുന്ന ആ ഒരു കാര്യം എന്തൊരു നിർബന്ധിതാവസ്ഥയിലാണോ മോഡിക്ക് ചെയ്യേണ്ടി വന്നത്, അതേ നിർബന്ധിതാവസ്ഥയിലാണ് ഇതിനു മുൻപത്തെ ഇസ്രായേലി ഭരണാധികാരികൾ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യം നെതന്യാഹുവിനും ചെയ്യേണ്ടി വന്നത്. മൊസാദ് അറബ് രാജ്യങ്ങളിൽ ധാരാളം രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് മൊസാദാണ് ചെയ്തതെന്ന് പോലും അറിയാത്ത രീതിയിൽ ഏറ്റവും രഹസ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി പരസ്യമായിട്ട് നോക്കുകയാണെങ്കിലോ, ഇറാഖ്, സിറിയ, യമൻ, ഈജിപ്ത്, യോർദാൻ, പിന്നെ ലെബനോൻ, ഇറാൻ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈനിക നടപടി എടുത്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ സംരക്ഷണത്തിലിരിക്കുന്ന ഒരു അറബ് രാജ്യത്തിനകത്ത് കയറി അടിക്കാൻ ഇന്നേ വരെ ഒരു ഇസ്രായേൽ ഭരണാധികാരിയും തയ്യാറായിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് ഉള്ളത് ഖത്തറിലാണ്. മിഡിൽ ഈസ്റ്റിലെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് 18 മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് വ്യോമസേനാ താവളമാണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ്. ഏഷ്യയിലല്ല, ഏഷ്യയിലേത് സൗത്ത് കൊറിയയിലാണ്. ഞാൻ പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലെ. സ്വാഭാവികമായും ഖത്തറിനെ തൊടാൻ ഒരാൾക്കും ധൈര്യം കാണില്ല. കാരണം അത് അമേരിക്കയുടെ സംരക്ഷണത്തിലാണ്, അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് അവിടെയുണ്ട്. പക്ഷേ നെതന്യാഹുവിന് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അടിക്കാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഖത്തറിൽ ആക്രമണം നടത്തിയതിന് ഇസ്രായേലിനെ അപലപിക്കുക മാത്രമേ മോഡി ചെയ്തിരുന്നുള്ളൂ എങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ ഭാഗമാണ് അങ്ങനെയൊക്കെ ഉള്ളത്. ഈ അപലപിക്കുന്നതിനൊന്നും ഒരു വില ആരും കൊടുക്കാൻ പോകുന്നില്ല, അതെല്ലാവർക്കൊക്കെ അറിയാം. അപ്പൊ പിന്നെ അപലപിച്ചോട്ടെ. കാരണം ഇന്ത്യക്ക് ഖത്തറിനെ പിണക്കാൻ പറ്റില്ല. ഏതാണ്ട് 8 ലക്ഷത്തോളം ഇന്ത്യക്കാര് ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അപലപിക്കേണ്ടി വരും. അത് ഇസ്രായേലിന് മനസ്സിലാകും, അവരത് വലിയ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ മോഡി സർക്കാർ വേറൊരു കാര്യം ചെയ്തു. UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ ഇസ്രായേലിനെതിരായിട്ടും പലസ്തീന് അനുകൂലമായിട്ടും വോട്ട് ചെയ്തു.
അത് നന്ദികേടാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഇന്ത്യക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്ക കൊടുക്കരുതെന്ന് പറഞ്ഞ പല മിലിറ്ററി ഉപകരണങ്ങളും ഇസ്രായേൽ ആ സമയത്ത് ഇന്ത്യക്ക് തന്നിട്ടുണ്ട്. പണ്ട് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്തും അമേരിക്കയുടെ നീരസം വിളിച്ചു വരുത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നിർണായകമായ സഹായങ്ങൾ ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അങ്ങനെയുള്ള ആ ഇസ്രായേലിനെതിരായിട്ടാണ് UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ വോട്ട് ചെയ്തത്. ഇന്ത്യക്ക് വേണമെങ്കിൽ UN ജനറൽ അസംബ്ലിയിലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാമായിരുന്നു. ഈ മോഡി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇതിനു മുമ്പ് പലവട്ടം ഇസ്രായേലിനെതിരെയുള്ള പ്രമേയങ്ങളുടെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു. അതൊന്നും ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചതിന്റെ നന്ദിയായിരുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ഇന്ത്യയുടെ സ്നേഹമോ നന്ദി കൊണ്ടൊന്നും അല്ല. അത് അമേരിക്കയെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള മോഡിയുടെ തന്ത്രമായിരുന്നു എന്ന കാര്യം ഇപ്പൊ ശരിക്കും വെളിപ്പെട്ടു വന്നു. അമേരിക്കയുമായി മോഡി തെറ്റിക്കഴിഞ്ഞപ്പോൾ ഇത്രയും നാൾ ഇന്ത്യയെ സഹായിച്ച ഇസ്രായേലിനെതിരെ തന്നെ മോഡി ഗവൺമെന്റ് തിരിഞ്ഞു. ഇതിനെ ഏറ്റവും മിതമായ ഭാഷയിൽ നന്ദികേടെന്നാണ് പറയേണ്ടത്. ആർഷ സംസ്കാര സനാതനികളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, നന്ദി എന്ന് പറയുന്ന സംഗതി അവരുടെ ജീനിലില്ലാത്ത ഒന്നാണ്. അവരുടെ ജനിതകത്തിൽ അതില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും സംഖ്യകളെ, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, ഐ സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ, ഇന്ത്യ ലവ്സ് ഇസ്രായേൽ എന്നൊക്കെ ഉള്ളത്, അതൊക്കെ മാറ്റിക്കോ. കാരണം നിങ്ങളുടെ നേതാക്കൾ ഇപ്പോൾ ഇസ്രായേലിനെതിരാണ്. അപ്പോൾ നേതാക്കൾ ഇസ്രായേലിനെതിരായിട്ട് നിൽക്കുന്ന സമയത്ത് അണികളായ നിങ്ങൾ ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ ഒരു ശരികേടുണ്ട്, ധാർമ്മികമായൊരു ശരികേടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ആ പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റിക്കുമെന്ന് ഞാൻ പറയുന്നത്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആവർത്തിക്കട്ടെ, ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിലേക്ക് അതിക്രമിച്ച് കയറിയവരെയും അവരെ സ്പോൺസർ ചെയ്തവരെയും ശിക്ഷിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട്. ഹമാസ് നേതാക്കന്മാർ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് ഒളിച്ചാലും ഞങ്ങളുടെ കൈകൾ നിങ്ങളെ തേടി വരും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ എല്ലാ ലോകരാജ്യങ്ങളുടെയും മുന്നിൽ വെച്ച് പ്രസ്താവിച്ചത് വെറും വാക്കല്ല, അതവർ നടപ്പാക്കും. അതിനുള്ള ഇച്ഛാശക്തി അവരുടെ ഭരണകൂടത്തിനുണ്ട്. അത് നടപ്പാക്കാൻ ശേഷിയുള്ള സൈനിക സംവിധാനങ്ങൾ അവർക്കുണ്ട്. അതിനു വേണ്ടുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചു തരാൻ കെൽപ്പുള്ള മൊസാദ് എന്ന ചാരസംഘടനയും അവർക്കുണ്ട്. അതുകൊണ്ട് അവസാനത്തെ ഹമാസ് നേതാവും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നതുവരെ ഖത്തറിൽ നടന്നത് തുർക്കി അടക്കം പല രാജ്യങ്ങളിലായിട്ട് ഇനിയും ഉണ്ടാവും. കാരണം തുർക്കിയും ഇതുപോലെ ഹമാസിന്റെ ചില നേതാക്കന്മാർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അവരവിടെ സുഖവാസത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഇനിയും വരും, അത് പ്രതീക്ഷിക്കാം. അതൊക്കെ നടക്കുമ്പോൾ പ്രതിഷേധിക്കേണ്ട ഇരട്ടത്താപ്പന്മാർക്ക് പ്രതിഷേധിക്കാം, കരയേണ്ടവർക്ക് കരയാം, മോങ്ങേണ്ടവർക്ക് മോങ്ങാം. ഇസ്രായേൽ അതിന്റെ ലക്ഷ്യം കാണുന്നത് വരെ അടങ്ങിയിരിക്കുകയില്ല. ആരൊക്കെ കരഞ്ഞെന്ന് പറഞ്ഞാലും ആരൊക്കെ കിടന്ന് മുങ്ങിയെന്ന് പറഞ്ഞാലും ഇസ്രായേൽ അത് മൈൻഡ് ചെയ്യുകയില്ല. ഈ ഹമാസ് നേതാക്കളെ തീർക്കാൻ വേണ്ടി ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ വേറൊരു കൂട്ടരും കൂടി രംഗത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ വരാറുള്ളവരാണ്. അവർ ഹമാസിന്റെ ജിഹാദി പ്രവർത്തനങ്ങളെ എതിർക്കുന്നവരാണ്. ഇസ്രായേലിന് ഹമാസിനെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, അവരത് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ്. മനസ്സിലായോ? അവരൊരിക്കലും ഇസ്രായേലിന്റെ എതിരാളികളല്ല. ഹമാസ് ചെയ്തത് മോശം കാര്യമാണ്, ആധുനിക ലോകത്ത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്, അതുകൊണ്ട് അവരെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഖത്തറിൽ കയറി ഇസ്രായേൽ അടിച്ചത് ശരിയായില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് അവർ പറയുന്ന ന്യായമുണ്ട്. ഒറ്റ കേൾവിയിൽ ആ ന്യായം ശരിയാണല്ലോ എന്ന് സാധാരണക്കാർക്ക് തോന്നുകയും ചെയ്യും. അതിന് വിശദമായി തന്നെ മറുപടി പറയേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ അതിനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടും. അതുകൊണ്ട് ആ വാദം, അവർ പറയുന്ന ആ ന്യായം, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കത് നോക്കാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.